പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലോകാരൂപിയെ നിരാകരിക്കുക എന്നുള്ള 12 ദിവസത്തെ വിചിന്തനങ്ങളിൽ നമ്മൾ ഇന്ന് പ്രത്യേകമായ വിചിന്തനം നടത്തുക പാപത്തിൻ്റെ വേരുകൾ നശിപ്പിക്കപ്പെടണം എന്നുള്ള വിഷയത്തിലാണ്. ജെറമ്യാ പ്രവചനം 17:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പിഴുതു മാറ്റപ്പെടേണ്ടുന്ന പാപത്തിൻ്റെ വേരുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി വിചിന്തനം നടത്തുക. പരിശുദ്ധ അമ്മയോട് നമ്മൾ നടത്തുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സാമ്യതകൾ നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ആവാസ കേന്ദ്രം, നോഹയുടെ പെട്ടകം പോലെ ദൈവത്തിൻ്റെ വലിയ കൃപ അമ്മയുടെ ഹൃദയത്തിൽ വന്ന് നിറയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിരവധിയായ കൃപകൾ കൊണ്ട് അമ്മയെ നിറയ്ക്കുമ്പോൾ ഈ കൃപകളുടെ വിതരണക്കാരിയായി അമ്മ മാതാവ് മാറുകയാണ്. അത് അമ്മയെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, ചുറ്റും നിന്നവരിലേക്ക് അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നപ്പോൾ ശിഷ്യന്മാർ ബലപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു എന്നതുപോലെ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയാൽ നമുക്കും അമ്മയിലൂടെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ കൂടുതലായി വെളിപ്പെട്ട് കിട്ടുകയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് മനസ്സിലാവുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അങ്ങനെ സ്വർഗത്തിന് വേണ്ടി വ്യാകുലങ്ങൾ ഏറ്റെടുത്ത അമ്മയെപ്പോലെ ഈ ലോകത്തിലെ ചില അസ്വസ്ഥതകൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീട്ടിലായിക്കോട്ടെ, ജോലിസ്ഥലത്തായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, നമ്മളൊരു തെറ്റുപോലും ചെയ്യാതെ നമ്മളെ കുറ്റക്കാരായിട്ട് വിധിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും വേദനിക്കുമ്പോഴും ഒക്കെ അമ്മയുടെ ഈ വ്യാകുല ഹൃദയം നമ്മളെ സഹായിക്കും. വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ച് ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ ഇങ്ങനെ കുരിശിൽ നിന്ന് ഇറക്കുന്ന രംഗമാണ്. അമ്മയുടെ മടിത്തട്ടിലേക്ക് ഈശോയെ ഇങ്ങനെ എടുത്തു വയ്ക്കുക. ജീവനുള്ളൊരു ശരീരം പോലെ ചുറ്റും നിന്നവർ ആ ശരീരത്തെ ശുശ്രൂഷിക്കുന്നു. അമ്മ മാതാവ് നീർപ്പഞ്ഞിയെടുത്ത് ഈശോയുടെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു. അവൻ്റെ പല്ലുകളിൽ ഒട്ടിപ്പിടിച്ച രക്തക്കറ, അവൻ്റെ കണ്ണുകളിൽ ഒട്ടിപ്പിടിച്ച രക്തക്കറ, അവൻ്റെ കാതുകൾ, തലമുടി കഴുകി ചെന്നി 3 ഇങ്ങനെ പകുത്ത് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചു. അവൻ്റെ മുഖത്തും ശരീരത്തും മുഴുവനും കഴിഞ്ഞ മണിക്കൂറുകളിൽ അവൻ കടന്നുപോയ വേദനകളും പീഡകളും നിന്ദനങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഓരോ മുറിവുകളും അമ്മ തലോടി ഇങ്ങനെ ശുചിയാക്കിക്കൊണ്ടിരുന്നു. വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ചിന് ഉള്ളിലൊരു അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് അമ്മ മാതാവ് ബോധരഹിതയാകാത്തത്? സ്വർഗത്ത് നിന്ന് ഒരു മാലാഖ വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ചിനോട് പറഞ്ഞു, അമ്മ മാതാവ് ഇപ്പോൾ അനുഭവിച്ച വേദന നീയും ഇപ്പോൾ അനുഭവിക്കുക. കട്ടിലിൽ കിടന്നിരുന്ന വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ച് എന്ന ജർമ്മൻകാരിയായ ആ സിസ്റ്റർ ബോധമറ്റ് താഴേക്ക് മറിഞ്ഞു വീണു. ഹൃദയത്തിലൂടെ സത്യമായും ഒരു വാൾ കടന്നു പോകുന്നത് പോലെ അവൾ വലിയ വേദന അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ചരിത്രം എങ്ങനെയാണ് പറയുക? അവൾക്ക് മരണകാരണമായ ഒരു വിഷയമായി ഇത് മാറി. ആ സിസ്റ്റർ അധികം കാലം പിന്നെ ജീവിച്ചില്ല. അത്രയ്ക്ക് വലിയ ഒരു പീഡ, അത്രയ്ക്ക് വലിയൊരു ആഘാതം ആ സിസ്റ്ററിൻ്റെ ഹൃദയത്തിനുണ്ടായി. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വേദനയാണ് അമ്മ ഏറ്റെടുത്തത്. നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ
ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് അമ്മയ്ക്ക് ഒരു പടയാളിയേലും തള്ളായിരുന്നല്ലോ, ബഹളം വയ്ക്കായിരുന്നല്ലോ, അലറാമായിരുന്നല്ലോ. എങ്കിലും അമ്മ മാതാവിന് സ്വർഗത്തിൻ്റെ പദ്ധതി അമ്മയുടെ ഹൃദയത്തിൻ്റെ പ്രധാന വിഷയമായിരുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം നുറുങ്ങിയാലും മുറിഞ്ഞാലും പിളർക്കപ്പെട്ടാലും അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഗത്സമനിയിൽ നിന്ന് പുത്രൻ പറഞ്ഞത് കാൽവരിയിൽ നിന്ന് അമ്മയും പറഞ്ഞു. എങ്കിലും നമ്മുടെ ഇഷ്ടമല്ല. ഇപ്പോഴും ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ ഇങ്ങനെ ഇറുക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ ഹൃദയം ഒന്നും കൂടെ തുറക്കണം. ഇന്നത്തെ വിചിന്തനമായി നമുക്ക് ലഭിക്കുക, വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറഞ്ഞിരിക്കുക, തോമസ് അക്കംബിസിൻ്റെ ക്രിസ്ത്യാനികരണത്തിൽ നിന്ന് പുസ്തകം 3 അധ്യായങ്ങൾ 7 മുതൽ 10 വരെയാണ്. ഇത് മുഴുവനും എനിക്ക് വായിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികരണം കയ്യിലുള്ളവരത് വായിക്കാം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഖണ്ഡിക മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിനേക്കാൾ പിന്മാറുന്നതാണ് എൻ്റെ സ്വഭാവം. ഒരേ അവസ്ഥയിൽ ഒരിക്കലും നിലനിൽക്കാനോ എനിക്കാവുന്നില്ല. 70 പ്രാവശ്യം ഞാൻ ചഞ്ചലചിത്തനാകുന്നു. പക്ഷേ അങ്ങ് തിരുമനസ്സാകുകയും കരങ്ങൾ നീട്ടുകയും ചെയ്യുമ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ എളിമപ്പെട്ടേ മതിയാവൂ. എളിമപ്പെടാതെ നമ്മളിങ്ങനെ പോയിട്ട് നമ്മളുടെ ഒരു സെൽഫ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരത്തിന് പോയി നിന്നിട്ട് നമ്മളെ തന്നെ വിലയിരുത്തി പോരേണ്ട സ്ഥലമല്ല. ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചു, കൊള്ളാവുന്ന കുറച്ച് പാവങ്ങൾ, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വരേണ്ട സ്ഥലമല്ല കുമ്പസാരക്കൂട്. എളിമപ്പെടേണ്ട സ്ഥലമാണ്. പാപത്തിൻ്റെ നമ്മളല്ല റേറ്റ് ഇടേണ്ടത്. ഒരുപക്ഷെ നമ്മളേറെ ഗൗരവമില്ല എന്ന് പറയുന്ന പാപമായിരിക്കാം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും കുത്തി നോവിച്ചത്. ആ ഒരു കാര്യത്തിൽ നമ്മളല്ല വിധി പറയേണ്ടത്. അപ്പോൾ നമ്മുടെ പാപാവസ്ഥയിൽ നമുക്ക് വലിയ എളിമയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ഈ പാപം ഉപേക്ഷിക്കണം നമുക്ക് ഉറച്ച ആഗ്രഹവും തീരുമാനവും ഉണ്ടെങ്കിലും അതിന് സാധിക്കാത്ത കാരണം പലപ്പോഴും നമ്മൾ പുല്ല് വെട്ടുമ്പോൾ, നമ്മൾ ഈ പുല്ലുവെട്ടി മെഷീനാണല്ലോ ഇപ്പോൾ. പണ്ടൊക്കെ ഒന്ന് കൊത്തിക്കളച്ച് നമ്മൾ ആ ഈ ചില പുല്ലിൻ്റെ അതിൻ്റെ അടിയിലുള്ള കായും വേരും വരെ നമ്മളിങ്ങനെ ഈ പുല്ലുമാന്തിക്ക് തോണ്ടിയെടുത്ത് കളയുന്ന കാലത്ത് വിവരമുള്ളവർക്കറിയാം, എന്നാലേ അത് വീണ്ടും കിളുക്കാതിരിക്കത്തുള്ളൂ. ഇപ്പോൾ കുറുന്തോട്ടി പോലെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതിൻ്റെ തണ്ട് നമ്മൾ കിണർ ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിൽ കിണറ്റിലൊക്കെ ചില ചെടികൾ വളരും. ഇത് നമ്മൾ മണ്ടേന്ന് വെട്ടിയാൽ കൃത്യമായി അടുത്ത വർഷം വീണ്ടും അത് വളർന്നിരിക്കും. ഇങ്ങനെയുള്ള തരിശു നിലങ്ങളിലും നമ്മൾ നട്ടു നനയ്ക്കാത്ത ചെടികൾക്കുള്ള പ്രത്യേകതയാണ് അതിന് ഭയങ്കര കരുത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, പുണ്യം വളർത്തിക്കൊണ്ടുവരാൻ വലിയ പാടാണ്. അത് ചെടിത്തോട്ടം പോലെയാണ്. അതിന് ഭയങ്കര പരിശ്രമം വേണം. എന്നാൽ നിങ്ങൾ വെറുതെ ഒരു നിലവിട്ടേ, അവിടെ ഈ കാടും മുള്ളും മറ്റു തരത്തിൽ നമുക്ക് വേണ്ടാത്ത സംഗതികൾ തന്നെ വളർന്നോളും. മാത്രവുമല്ല, വെയിലത്തും പാടുകയില്ല, ഒരു തുള്ളി വെള്ളവും വേണ്ട, ഭയങ്കര കരുത്തായിരിക്കും. നമ്മളെ നശിപ്പിക്കാൻ വരുന്ന, നമുക്ക് ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള വേരുകൾ ആഴ്ത്തുന്ന പാപത്തിൻ്റെ വളർച്ചയും അങ്ങനെ തന്നെയാണ്. ഒന്നും ചെയ്യണ്ട, അലസനായിട്ടിരുന്നാൽ മതി, പിശാചങ്ങ് ഏറ്റെടുത്തോളും. എന്നാലോ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വലിയ പരിശ്രമമാണ്. അതൊരു പോരാട്ടമാണ്. അത് നമ്മളിങ്ങനെ നിരന്തരം നമ്മൾ ഒരു ജാഗ്രതയോടുകൂടി നമ്മൾ നടത്തേണ്ടുന്ന ഒരാത്മീയ മുന്നേറ്റമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 402 നമ്പറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഈ പാപത്തിൻ്റെ വഴി, ദുരാശകളുടെ അടിസ്ഥാനപരമായ കാരണം ഉത്ഭവ പാപം എന്നറിയപ്പെടുന്ന ആദി മാതാപിതാക്കളുടെ പാപമാണ്. 402 ഖണ്ഡിക നിങ്ങൾ കാണുക. സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിൽ അനേകര്, അതായത് എല്ലാ മനുഷ്യരും പാപികളായി. ഇവിടെ ഈ ഉത്ഭവ പാപത്തെക്കുറിച്ച്, പാപത്തിനോടുള്ള ചാച്ചില് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിശുദ്ധ അൽഫോൺസാമയെക്കുറിച്ച് സ്വാഭാവിക ചാച്ചില് നമ്മൾ അങ്ങോട്ടേ പോകുള്ളൂ. കാരണം
എന്താ പറയുക, നമ്മൾ ഈ പാപത്തിനോട് വല്ലാത്തൊരു മമത കിടപ്പുണ്ട്. ആരും പറഞ്ഞു കൊടുക്കണ്ട. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഈ വേണ്ടാത്ത ചെടി വളരുന്നത് പോലെ എവിടുന്ന് വന്നു നമുക്കറിയത്തില്ല. നമ്മൾ എത്രയോ ക്ലീൻ ചെയ്തിട്ടാലും ഇതിൻ്റെയൊക്കെ വിത്ത് എവിടുന്ന് വന്നു? നമുക്കൊരു നല്ലൊരു പയറ് വിത്ത് വേണമെങ്കിൽ എത്ര അന്വേഷിച്ച് നടക്കണം. എന്നാൽ ഈ വക സാധനങ്ങളൊക്കെ എങ്ങനെ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാത്തതുപോലെ ഈ സംഗതികൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 യോഹന്നാൻ 2:16 ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന കളകളും നമ്മൾ നട്ടു വളർത്തേണ്ട വിളകളെയും കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, മൂലപാപങ്ങൾ നമുക്കെപ്പോഴും ഒരു വിചിന്തന വിഷയമാകണം. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളം പറയുക: നമ്മുടെ മേത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് മിറ്റിലിട്ടു, ബേബി മിറ്റിൽ, നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എന്നാൽ ഒരു ടിപ്പർ മുഴുവനും കൊണ്ട് അങ്ങോട്ട് കമത്തിയാലോ, നമ്മൾ അതിൻ്റെ അടി പെട്ടുപോകില്ലേ? അതുപോലെയാണ് മൂലപാപങ്ങൾ കുന്നുകൂടുമ്പോൾ, കൂമ്പാരമാകുമ്പോൾ അതിൻ്റെ അടിയിൽ ആത്മാക്കൾ പെട്ടുപോകും, പട്ടുപോകും, തീർന്നു പോകും. അത് വല്ലാത്ത അവസ്ഥയാണ്. പറയുമ്പോൾ വലിയ പാപമൊന്നുമില്ല, കുറച്ച് അഹങ്കാരമേ ഉള്ളൂ, അല്ലെങ്കിൽ അസൂയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ദ്രവ്യാഗ്രഹം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു കൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അത് നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു വലിയ വെയിറ്റ് ഭയങ്കരമാണ്. അതായത് ചെറിയ ചെറിയ കൊളുത്തുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കൊളുത്ത്, അല്ലെങ്കിൽ വല പോലെ ഒരു വലയുടെ ഒരു വള്ളിയാണ് കുഴപ്പമില്ല. ഇതിങ്ങനെ പല പല വള്ളികൾ ചേരുമ്പോൾ ആ വലയുണ്ടാകുന്നത്, നമ്മൾ കുടുങ്ങിപ്പോവും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഇതിൻ്റെ വേരുകൾ, ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കണം. മൂലപാപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഒന്നാമതായിട്ട് അഹങ്കാരം. നിഗളം ഒരുതരം വിഗ്രഹാരാധനയാണ്. അഹങ്കാരം, അതായത് ഉള്ളതിലധികം മേന്മ ഭാവിക്കുക. അത് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം വേണം. അതായത് നമുക്ക് വേണ്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ്, അല്ലെ സെൽഫ് എസ്റ്റീം, അത് ഒരിക്കലും അഹങ്കാരമല്ല. എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പ് വേണം, നല്ലതായിട്ട്. പക്ഷേ നമുക്ക് ഉള്ളതിനേക്കാൾ അധികം എനിക്കൊരിക്കലും ഇല്ലാത്ത കഴിവ്, അതിര് കവിഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മളെ ഒരു സർവമാക്കി അങ്ങ് പ്രഖ്യാപിച്ച് നടക്കുന്ന അവസ്ഥയുണ്ട് എല്ലാ കാര്യത്തിലും. അതായത് ശരിക്കും പിശാച് ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണ് അത്. ഈ അഹങ്കാരമാണ് പിശാചിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി. അതായത് അവൻ അസൂയപ്പെടുകയും അഹങ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിൽ അസൂയപ്പെട്ടു. 2, ദൈവത്തെ പോലെ ആകാനുള്ള അഹങ്കാരം. ഇതേ പാവമാണ് പിശാച് പറഞ്ഞു കൊടുത്തത് മാതാപിതാക്കളോട്. നിങ്ങളിത് കഴിച്ച ദൈവത്തെ പോലെ ആകും, നിങ്ങളെ ചതിച്ചതാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാറ്റി ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പേരാണ് അഹങ്കാരം. സർവം അവൻ്റെ ദാനമാണ് എന്നിരിക്കെ ദാനം അല്ല എന്നുള്ള മട്ടിലാണ് ഈ അഹങ്കാരം സംഭവിക്കുക. എന്നാലോ എളിമ, എനിക്ക് എല്ലാം ഈശോ തന്നതാ, ഞാൻ ഈ 2 കാലിൽ നിൽക്കാൻ അവൻ ഇന്ന് എന്നെ അനുവദിച്ചതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റിയത് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ്. എന്തെങ്കിലും ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റിയത് ദൈവം തന്ന ദാനമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരു ദൈവാരാധനയിലായിരിക്കുക എന്നുള്ളതാണ് എളിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. ദൈവമേ, ദൈവമേ, നീ എത്ര വലിയവനാകുന്നു, നീ എത്ര മഹോന്നതനാകുന്നു, നീ തന്നല്ലോ കർത്താവേ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ, നീ തന്നതുകൊണ്ടാണല്ലോ. ഈ ഒരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടുവന്ന് നടക്കണം. അപ്പോൾ മൂലഭാവങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അഹങ്കാരം, പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിരുന്ന എളിമ
നമ്മളിലേക്ക് കടന്നു വരുവാൻ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ. മറ്റൊന്ന് അസൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം നമ്മളാകണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അസൂയ വരിക. മറ്റാരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നു, മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്നു, നമുക്കത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഒത്തിരി ദ്രോഹം ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയും, അവർ ചെയ്യാത്ത തിന്മ. ഇപ്പോൾ ഒരാൾ നല്ല മനുഷ്യനാണ് കേട്ടോ, എന്ത് നല്ല കാര്യമായിട്ടാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, നന്നായി, കൺഗ്രാജുലേഷൻ. ഇനിയിപ്പം നമ്മൾ നേരിട്ട് പോയി വാക്കുകൊണ്ട് പറഞ്ഞാലും ഉള്ളിൽ വഞ്ചനയുടെ അസൂയ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ആളോട് പറയും, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാം, ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോട്ട് വാ. നമ്മൾ ദ്രോഹം ചെയ്യും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പേരിനെ കളങ്കപ്പെടുത്തുകയും അവർക്ക് അവരുടെ പേരിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തിന്മയിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ പോകാം. മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ, ഈ ദ്രവ്യാഗ്രഹം. അതായത് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ വസ്തുവകകളിലൊക്കെ വലിയ ഒരു, അതായത് ഈ ലോകത്തിൻ്റെ സാധനങ്ങളെല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിനോട് ഒരു പരിധി വിട്ടൊരു മമത വരുമ്പോൾ നമുക്ക് സ്വർഗീയ ഇടങ്ങളിലെ വസ്തുക്കളോടും വിശുദ്ധ വസ്തുക്കളോടും വിശുദ്ധ ഇടങ്ങളോടും നമുക്ക് എപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളോടും വലിയ താല്പര്യം ഇല്ലാണ്ട് പോകും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തിയെ നശിപ്പിക്കുവിൻ. അതായത് ദൈവമല്ലാതാകുന്ന സമയമാണ്. ചിലപ്പോൾ നമുക്ക് വണ്ടി, നമ്മുടെ തന്നെ ഗാഡ്ജറ്റുകൾ, നമ്മുടെ തന്നെ വീട്, നമ്മുടെ സ്വത്തുക്കൾ, ഇതൊക്കെ നമുക്ക് ദൈവതുല്യമായി പോകാം. മറ്റൊന്ന് മോഹം. പ്രിയപ്പെട്ടവരെ, ഇത് ജഡികാസക്തിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ദൈവഹിതപ്രകാരവുമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ വെക്കുക. നമ്മുടെ കണ്ണ്, ചെവി, നാവ്, ഹൃദയം, വ്യക്തിത്വം. അപ്പം ഏത് തരത്തിലുള്ള വഴിയിലൂടെയാണ് വേണ്ടാത്ത നോട്ടം, വേണ്ടാത്ത കേൾവി, വേണ്ടാത്ത ബന്ധം, പഴയ കാലത്തെ പ്രണയബന്ധങ്ങൾ, ഇതിനെയൊക്കെ ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ വേറെ ഇറക്കാതെ നമുക്കിതിനകത്ത് രക്ഷയില്ല. നമ്മൾ ഏറ്റവും അധികവുമായി ഈ പറയുന്ന നമ്മുടെ ലൈംഗിക വിശുദ്ധി, അത് കുടുംബജീവിതത്തിനകത്ത് സ്നേഹത്തിന് വേണ്ടിയും സന്താനോൽപാദനത്തിന് വേണ്ടിയും മാത്രമായി നമ്മളതിന്, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന് കൊതിയ, ഭോജനപ്രിയം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ സുഗന്ധേടലാണ് ഭോജനപ്രിയം. അമിതമായി നമുക്ക് യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൂട്ടുന്നവരുണ്ട്. അത് വലിയ ദ്രോഹമാണ്. നമുക്ക് അനാവശ്യമായി വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു ബാധ്യതയാണ്. മടി അഥവാ അലസത. ആറാമത്തേത്, സുഖലോലുപതയിൽ നിന്നുമാണ് ഈ മടി എന്ന് പറയുന്ന ഈ പാപം ജനിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിയുന്നത്ര ക്ലേശിക്കാതിരിക്കുക. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണം, റിലാക്സ് ചെയ്യണം, എനിക്ക് സുഖമായിട്ടിരിക്കണം. ഉച്ചയ്ക്ക് അങ്ങ് കിടന്ന് ഉറങ്ങണം എല്ലാ ദിവസവും. വീട്ടമ്മമാർ എല്ലാവരും ജോലിക്ക് പോകുന്നു, മക്കൾ പഠിക്കാൻ പോകുന്നു, ഇഷ്ടംപോലെ സമയം ഏറെ നേരം കിടന്നങ്ങ് ഉറങ്ങുക. അല്ലെങ്കിലോ നമുക്കിപ്പോൾ തിരക്കിട്ട ജോലികളില്ലെങ്കിൽ വെറുതെ അലസമായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത് വലിയ പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾ വെട്ടിക്കുറയ്ക്കാനൊക്കെ അത് കാരണമാകും. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നല്ല വിചിന്തനങ്ങൾ നടത്താം, എന്തെങ്കിലും നന്മകൾ ചെയ്യാം. ആ സമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വിനിയോഗിക്കാം. അത് മടിയുടെ കാരണത്താൽ. മറ്റൊന്ന് കോപമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി പേര് വീണു പോകുന്ന കാര്യമാണിത്. പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ആഗ്രഹമാണ് കോപം. നമുക്ക് ഭയങ്കരമായൊരു പക വന്നു ചേരുന്നതാണ്. താൻ കുറ്റമില്ലാത്തവനാണെന്ന അഹങ്കാരം അതുതന്നെയാണ് നമ്മളെ കോപത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. ഹൃദയത്തിലാണ് മൂലപാപങ്ങളുടെ വേര് കിടക്കുക. ഈ വേരുകൾ പിഴുതെറിയുവാൻ നമ്മൾ തന്നെ തീരുമാനമെടുത്താൽ പോരാ. നമ്മൾ ഒന്നാമതായി നിതാന്ത ജാഗ്രത പുലർത്തണം.
അതിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം, എളിമപ്പെടണം. നമ്മളിൽ തന്നെ ആശ്രയിച്ച് ഞാൻ പരിശ്രമിച്ചുകൊള്ളാമെന്ന് ചിന്തിക്കരുത്. ഈശോയുടെ പരിശുദ്ധ രക്തം, അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവകരുണയുടെ ഉറവ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകി വരുന്നു. അമ്മേ മാതാവേ, ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിലേക്ക് ഒഴുക്കുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യഥാർത്ഥ മരിയഭക്തി 35-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നമ്മളോട് പറയുന്നു, മറിയം ഒരാത്മാവിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവൾക്ക് മാത്രം സാധിക്കുന്ന കൃപാവരത്തിൻ്റെ വിസ്മയകരമായ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു തുടങ്ങും. കാരണം മറിയം മാത്രമേ സർവസമൃദ്ധിയും നിറഞ്ഞവളായുള്ളൂ. നൈർമല്യത്തിലും സമൃദ്ധിയിലും അവൾക്ക് തുല്യരായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് മറിയം ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകുകയുമില്ലാത്തതുമായ മഹത്വമായ ഒന്നിനെ ഉൽപ്പാദിപ്പിച്ച് ദൈവമനുഷ്യനെ മാത്രമല്ല, യുഗാന്ത്യത്തിലും ഉത്കൃഷ്ടമായ വിശുദ്ധരെ അവൾ തന്നെയാണ് ജനിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ആരാധനയിലും ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയുടെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമുക്ക് സജീവമായി സംബന്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ വലിയ കൃപയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി സംബന്ധിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീഴുന്നൽ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ, ഏഴുമാത്മാവിൽ ആശ്വസിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നൽ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ
മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവ്
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ.
ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ തിരുസഭയോട് ചേർന്ന് ഹല്ലേലൂയ ശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ 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 മരിച്ച വിശ്വാസികളോട് ചേർന്ന് ഹല്ലേലൂയ സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ഉന്നതനായവനെ, ആരാധനയ്ക്ക് യോഗ്യനെ, സർവത്തിൻ്റെയും സർവവുമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവനാർക്കും കടക്കാരനല്ല, ഈശോ അവനാർക്കും ബാധ്യതയല്ല. എൻ്റെ തമ്പുരാനെ, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഈശോ അവനാർക്കും കടക്കാരനല്ല, സർവത്തിൻ്റെയും അവനാർക്കും ബാധ്യതയല്ല, സകലത്തിൻ്റെയും മേലെ അവനൊപ്പം പറയാനാരുമേയില്ല, രാജാക്കന്മാരുടെ രാജാവ്, അവനെപ്പോൾ ആരാധ്യനില്ല. സർവ ആരാധനയ്ക്കും യോഗ്യൻ. ഈശോ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ആരാധന ആരാധന ആരാധന. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. യേശോ, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വചനവിചിന്തനമായിരുന്നത് പാപത്തിൻ്റെ വേരുകൾ നശിപ്പിക്കപ്പെടണമെന്നുള്ളതാണ്. ഈശോയുടെ തിരുരക്തത്താൽ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ തമ്പുരാൻ്റെ വലിയ സാന്നിധ്യത്താൽ നമുക്ക് വലിയ സൗഖ്യം നൽകും. യേശുവിൻ്റെ രക്തം പാപത്തിൻ്റെ വേരുകളെ നശിപ്പിക്കുന്ന ആസിഡാണ് എന്നാണ് പറയുക. 1 യോഹന്നാൻ 1:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തം കഴിഞ്ഞാൽ അവിടുത്തെ തിരുവചനം, നമ്മൾ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യോഹന്നാൻ 15:3 നമ്മൾ വായിക്കുന്നു: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ വചനം പരിശുദ്ധ അമ്മ എങ്ങനെയാണോ ഹൃദയത്തിൽ സ്വീകരിച്ചത്, അതുപോലെ നമ്മൾ സ്വീകരിക്കണം. വചനം വായിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന അലസത, താല്പര്യക്കുറവ്,
മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പലരും ബൈബിള് വായിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ചേർന്നിട്ടും വഴിയിൽ വെച്ച് വീണു പോവുക, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു കെട്ട് ഇപ്പോൾ അഴിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പിശാച് ഭയപ്പെടുന്ന അങ്ങയുടെ തിരുരക്തവും പരിശുദ്ധ വചനവും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവവും വിശുദ്ധിയും വിശുദ്ധരുടെ ത്യാഗപരിത്യാഗങ്ങളും അവരേറ്റ പാടുപീടകളും രക്തസാക്ഷിത്വവും കർത്താവെ, പിശാച് വെറുക്കുന്ന സകല കാര്യങ്ങളോടും ഞങ്ങൾക്കുണ്ടാകുന്ന താല്പര്യക്കുറവുകൾ അവൻ്റെ ചതിവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപത്തിൻ്റെ വേരുകൾ പിഴുതെറിയുന്നതിന് വേണ്ടി ദൈവമേ, വചനത്തോട് വലിയ ഒരു താല്പര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ജനിപ്പിക്കണമേ. പ്രത്യേകമായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ കൃപ നിറഞ്ഞവൾ നമ്മുടെ അരികിൽ നിന്ന് നമുക്ക് വേണ്ടി ദൈവസമക്ഷം വീണുകിടന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളം പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ അമ്മ വീണുകിടന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കരുണ ലഭിക്കും, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. നമ്മൾ കണ്ടല്ലോ, കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മുടെ തമ്പുരാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളം പറയുക, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുൻപിൽ അമ്മ വീണുകിടന്ന് പ്രാർത്ഥിക്കും. ഒരു പിശാച് ബാധിതയായ മകൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ മുമ്പിൽ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളം പറയും, ഒരു സാധാരണ അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം അവളുടെ പ്രശ്നമാക്കി മാറ്റി ഈശോയോട് പറഞ്ഞെങ്കിൽ, സ്വർഗത്തിൻ്റെ അമ്മ ഈശോ സൃഷ്ടിച്ചതിൽ, സ്വർഗം സൃഷ്ടിച്ചതിലും വെച്ച് ഏറ്റവും സുന്ദരമായ സൃഷ്ടി, സ്നേഹത്തിൻ്റെ പ്രതീകമായ വിമല ഹൃദയത്തിൻ്റെ അമ്മ എത്രയോ അധികമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല. എന്നാലും അമ്മ നിർബന്ധിച്ചപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ദൈവകരുണയുടെ സമയത്തിലും നാഴികകളിലുമൂടെയാണ് നമ്മൾ കടന്നു പോകുക. നമുക്ക് നീട്ടിക്കിട്ടപ്പെട്ട ദിനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് എന്ന് ഒരുപാട് വിശുദ്ധരിലൂടെയും നൽകപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം, അമ്മ ഇപ്പോൾ നമുക്ക് വേണ്ടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപം ഈശോയുടെ തിരുരക്തം കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ രക്തക്കണ്ണീർ പിശാചേറെ ഭയപ്പെടുന്ന കാര്യമാണ്. കാരണം പാപത്തിൻ്റെ എല്ലാ കെട്ടുകളിലും നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗം ആരുടെ ഉപ്പൂറ്റിയുടെ ബലത്തിലാണോ അവൻ്റെ ശിരസ് തകർക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടത്, അവളുടെ ഒരു ചെറു നെടുവീർപ്പ് പിശാചിനെ ഏറെ ഭയപ്പെടുത്തുന്നു മറ്റെന്തിനേക്കാളുമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളം പറയുന്നുണ്ട്. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പുണ്യവാളം പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഒരു നെടുവീർപ്പ് പിശാചിനെ ഏറെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തക്കണ്ണീർ കണങ്ങളോ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളുടെ യോഗ്യതയാൽ പാപത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ ചാച്ചിലുകൾ, നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പാപത്തിനോടുള്ള അമിതമായിട്ടുള്ള എല്ലാ മമതകളും മാറിപ്പോകണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളുടെ യോഗ്യതകളാൽ ഈശോയെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ, പിശാചിൻ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുമ്പിൽ വീണ് കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയെ കാണാതിരിക്കരുത്.
അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാൾ. ഈശോയുടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാൾ. സ്വർഗീയ പിതാവിന്റെ മകള് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മണവാട്ടി, രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിന്റെ മുൻപിൽ എനിക്ക് നിനക്ക് നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ. അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപാവസ്ഥകളിൽ ഞങ്ങൾക്ക് മോചനം തരണമേ. ഞങ്ങളുടെ അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, മോഹം, ജഡത്തിന്റെ ആസക്തി, ഭോജനപ്രിയം, മടി, അലസത, കോപം, കർത്താവേ, മൂലപാപങ്ങളുടെ കെട്ടുകൾ ഞങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന സുഹൃതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ പ്രതി ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ അടിപ്പെട്ടു പോയ ജീവിതത്തിന് ഞങ്ങൾക്ക് ബലം പകരണമേ കർത്താവേ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. ഈശോയുടെ അമ്മ വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ വിലയില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. 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 അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന കർത്താവേ, അമ്മയുടെ രക്തത്തിന്റെ കണങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളെ സഹായിക്കണമേ, വിശദീകരിക്കണമേ. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1746 ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
നിർമ്മല സ്ഫടികത്തിലൂടെ എന്ന പോൽ അവളിലൂടെ കടന്നു വരുന്നു ദൈവകരുണ നമ്മളിലേക്ക്. അവൾ വഴി മർത്യർ ദൈവത്തിൻ പ്രിയരായി തീർന്നു. ദൈവകരുണയുടെ മാതാവിൻ്റെ ചിത്രം നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകരുണ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഒരു പളുങ്കിൽ തട്ടി എത്രയധികമായി അത് പ്രതിഫലിക്കുന്നു. അമ്മയിൽ നിന്നൊന്നും ഉത്ഭവിക്കുന്നില്ലെങ്കിലും ഈശോയിലൂടെ അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് അമ്മയെ തന്ന കർത്താവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ്. എല്ലാം ഞങ്ങളെ നിർമ്മലമാക്കുന്നതിനായി, ഞങ്ങളെ കുളിപ്പിക്കുന്നതിനായി, ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി ഞങ്ങൾക്കൊരമ്മയെ തന്ന തമ്പുരാനെ, നീ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് നിന്റെ ഏറ്റവും വലിയ സമ്മാനമായി കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമെന്ന സമ്മാനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുരിശിൽ വെച്ച് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയ്ക്കെതിരെ വന്നു ചേർന്നിരിക്കുന്ന നിന്നാപമാനങ്ങൾ, അമ്മയെ ദേവതയാക്കുന്ന തരത്തിലുള്ള വഴിതെറ്റിയ ചിന്തകൾ, അമ്മയിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും എന്നുള്ള വഴിതെറ്റിയ ചിന്തകൾ, കർത്താവേ, ഒന്നും അമ്മയിൽ നിന്നല്ല, നിന്നിൽ നിന്ന് വരുന്നത് അമ്മയിലൂടെ പുറപ്പെടുന്നുവെന്നും അമ്മ കൃപകളുടെ വിതരണക്കാരിയാണ് എന്നുള്ള വലിയ സത്യം സ്വീകരിച്ചുകൊണ്ട് സത്യപ്രബോധനങ്ങളിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്ന യഥാർത്ഥ ഒരു ക്രിസ്തീയ സമൂഹം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സത്യപ്രബോധനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കരനീട്ടി തൊടയണമേ. പരിശുദ്ധ ത്രിത്വ സമക്ഷം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങ് കൈവിടിയരുതേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ വേരുകൾ പിഴുതെറിയുവാനായി കർത്താവേ, അങ്ങയുടെ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും